ജീവിതക്രമം എടുത്ത് നിങ്ങൾ നോക്കിയാൽ കർമ്മം എന്നത് കോശവ്യാപാരത്തിൻ്റെ നൈസർഗിക ചോദന. ഒരു കോശത്തിനും ഒരു ക്ഷണനേരം പോലും വെറുതെ ഇരിക്കാനാവില്ല. ജീവന്റെ സ്വഭാവമാണ് കർമ്മം. അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. കർമ്മം ചെയ്യാതിരിക്കില്ല ആരും. കർമ്മത്തിൽ പ്രശ്നമുള്ള ഭാഗം ഫലവുമല്ല. ഫലം കർമ്മത്തിൽ അനിവാര്യമാണ്. ഫലത്തോടുള്ള ആഗ്രഹം മാത്രമാണ് പ്രശ്നം. ഫലം എനിക്ക് എന്ന് പരിമിതപ്പെടുത്തുമ്പോഴാണ് എല്ലാ ദുഃഖങ്ങളും സംജാതമാകുന്നത്. ഞാൻ വളരെ ദുഃഖിയാണ്. ഒറ്റ ചോദ്യം ചോദിക്കണ്ടു, മനുഷ്യനായിരുന്ന് ദൈവത്തിൻ്റെ സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഏതോ ഫലം എൻ്റെ ഇഷ്ടത്തിൽ വരണം എന്നതാണ്. അതിനാണ് ഈ ദൈവങ്ങളെയൊക്കെ പിടിക്കാൻ പോകുന്നത്. അതിനാണ് ഈ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ. ഫലത്തിലുള്ള എൻ്റെ ഇച്ഛ പോകണമേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. ഞാൻ വിചാരിക്കുന്ന പോലെ ഫലം വരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതിനെ കണക്കെല്ലാം കൂട്ടുന്നത്. അതിനാണ് ഈ ഓരോ വാക്കും പുറത്തേക്ക് പറയുന്നത്. തിരിയുകയും മറിയുകയും അനങ്ങുകയും ചെയ്യുന്നത് ഫലം സ്വന്തമാക്കാനാണ്. സ്വന്തമാക്കിയിട്ടെന്ത് എന്ന് ചിന്തിക്കുന്നുമില്ല. സ്വന്തമാക്കിയവരൊക്കെ എവിടെയെന്നും ചിന്തിക്കുന്നില്ല. ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ ചേർത്ത് ചിന്തിക്കുന്നില്ല. എനിക്ക് എന്നതാണ് ദുഃഖം. ഭഗവത്ഗീതയുടെ 1-ാം ശ്ലോകത്തിൽ ഇതിൻ്റെ സൂചനയാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക അസ്മത് യുഷ്മത്. എൻ്റെ നിൻ്റെ. എൻ്റെ നിൻ്റെ എന്നത് ഉൽപാദനത്തിൻ്റെ മേഖലയിലല്ല. എൻ്റെ നിൻ്റെ എന്നത് സംരക്ഷണത്തിൻ്റെ മേഖലയിലല്ല. എൻ്റെ നിൻ്റെ എന്നത് ഫലാനുഭവത്തിൻ്റെ മേഖലയിലാണ്. ഒന്നുണ്ടാക്കാൻ എൻ്റെ എന്ന ബോധത്തോടെ ഉണ്ടാക്കിയാൽ ദുഃഖമില്ല. ഒന്ന് ലോകത്ത് നിലനിർത്താൻ എൻ്റെ എന്ന ബോധം ചെലവഴിക്കുന്നതിൽ ദുഃഖമില്ല. വിത്ത് കൊണ്ടുവന്നു, കുഴിച്ചിട്ടു, അത് ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുക. ആരും വരികയില്ല ഇടപെടാൻ. സഹായിക്കാൻ വെള്ളം ഒഴിക്കാനും വരികയില്ല, കിളയ്ക്കാനും വരികയില്ല. അപ്പോൾ വേറെ ആരെങ്കിലും കണ്ടോണ്ട് എന്തോ അയാൾ പണിയുന്നു, എന്തൊക്കെയോ കിടന്നു പണിയുന്നു, നമുക്കൊന്നും മനസ്സിലാവില്ല. ഒരു തൊഴിലുമില്ല. നേരം വിളിച്ചാൽ ഇങ്ങനെ ഭ്രാന്തനെ പോലെ കിടന്ന് പണിയാൻ. ഇന്നത്തെ കാലത്ത് ആളുകളുമല്ലോ ഇങ്ങനെ കിടന്ന് പണിയും. ചെന്ന് ഇടപെട്ട് പോയാൽ നമ്മളും പണിയണം എന്നാണ്. ആ വഴിക്ക് പോകണ്ട. ശരിയാണോ? ആരും ഇടപെടുകയില്ല. അയാൾ പണിതുകൊണ്ടിരിക്കും. പണിത് അയാൾ ആ ചെടിയെല്ലാം വെച്ചു, വളർന്നു, വെള്ളമൊഴിക്കുകയാണ്, വളവിടുകയാണ്. അപ്പോഴും ആരും വരില്ല. അതിൽ ഫലങ്ങളാകുമ്പോഴേക്ക് കാക്ക പറന്നു വരും, പക്ഷികളൊക്കെ വരും. തണലാകുമ്പോഴേക്ക് ചോട്ടിലിരിക്കാനുള്ളതൊക്കെ വരും. സമീപത്ത് മേയുന്ന പശുക്കളും സാധനമൊക്കെ എൻ്റെ ചോട്ടി വന്ന് കിടക്കും. കിളികളൊക്കെ വന്ന ഇലച്ചാർത്തിനിടയിലിരിക്കും. വഴിപോക്കര് കയറിയിരിക്കും. ഗംഭീരായി പറയുമ്പോൾ മുമ്പ് ഇവനെ തെറി വിളിച്ചവനൊക്കെ കുറേശ്ശെ അസ്വസ്ഥത ഉള്ളത്. പിന്നെ ഞങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് സംരക്ഷിച്ച് ഇങ്ങനെ ആക്കിയതെന്ന മട്ടി ചെറിയ രീതിയിൽ അവനെ 2 തെറി പറഞ്ഞുകൊണ്ട് പറയും. കുറച്ച് കഴിഞ്ഞ് വലിയ അധികാരികളോ മറ്റുള്ളവരോ ഒക്കെ വന്ന് ഇതാണ് ശരിയായ ജോലി എന്ന മട്ടിൽ ഇവനെ അംഗീകരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇവൻ്റെ സംഘടനയുടെയും പരിപാടിയുടെയും സ്വീകരണ കമ്മിറ്റിയുടെയും ഒക്കെ പ്രസിഡന്റ്, സെക്രട്ടറി ആകാനൊക്കെ തള്ളൽ വരും. ഇസ് ഇറ്റ് റൈറ്റ്? പിന്നെ പണ്ടിവൻ പണിയെടുത്തുകൊണ്ടിരുന്നവൻ മൂടനെന്നൊക്കെ വിളിച്ച ആളുകൾ അവിടെ കയറിയിരുന്ന് തിരുമണ്ടൻ എന്ന് പറഞ്ഞവൻ ഓരോ ബുദ്ധിമാനാണെന്ന് പറയും. കാരണം അതൊക്കെ ഞങ്ങളാണ് പണ്ടേ കണ്ടുപിടിച്ചതെന്ന് പറയും. ഇത് കഴിഞ്ഞ് ഇവരൊക്കെ ഇത് പറിച്ച് തിന്നാൻ തുടങ്ങും. ഇതിലാദ്യം പറിച്ചവൻ രണ്ടാമത് വരുന്നവനോട് പറയും വെളിനിൽക്കാൻ, അനുമതി മേടിച്ചിട്ട് കയറിയാൽ മതി എന്ന് പറയും. നീ ആരോട് അനുമതി മേടിച്ചിട്ടാണ് ആദ്യം കയറിയതെന്ന് പാവം ചോദിക്കത്തുമില്ല. കയറിക്കഴിഞ്ഞാൽ ഇവൻ പറയും സമയം നോക്കണം. ആരുടെ അനുഭവം? മറ്റേ ആളുടെ. പുള്ളി ഇവിടെ ഇല്ല, പുള്ളി മുറിക്കാത്താണ്. അപ്പം ഇവൻ വളരെ അത്യാവശ്യത്തിന് വന്ന് നിൽക്കുന്നതായിരിക്കും ഒന്ന് കാണാൻ. എങ്ങനെയെങ്കിലും ഈ മാമ്പഴക്കാലം കഴിയുന്നവരെ ഇവനെ ഒന്ന് നിർത്തിയാൽ നമുക്കിത് അടിച്ചു മാറ്റാൻ തീരും. അടുത്ത ആഴ്ച വാ. അപ്പം ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഏതിലാണ്? ഫലത്തിലാണ്. ഫലത്തിൽ മാത്രമേ ലോകത്ത് വഴക്കുള്ളൂ. ഏതിരുമ്പുമറകളുള്ള സംഘടനകളും ഫലത്തിൽ ആഗ്രഹിച്ച് അനിയന്ത്രിതമായ ആഗ്രഹത്തിൻ്റെ വേളയിൽ തമ്മിൽ തല്ലി തെറി പറഞ്ഞ്
പണ്ട് പാളയത്തൂറിയതെല്ലാം നാട്ടുകാരെ നാറ്റിച്ച് പുറത്തറിയിച്ച് തീർക്കുന്നതാണ് ഇന്ന് നിങ്ങൾ മനോരമയും മാതൃഭൂമിയും ഒക്കെ വായിച്ചാൽ തന്നെ മനസ്സിലാകുക. എന്നിട്ടും നിങ്ങൾക്ക് സംഘടനാ താല്പര്യങ്ങൾ തീർന്നിട്ടില്ല. ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വേറെ സംഘടനകൾ ചെറിവാരി എറിയുമ്പോൾ അവരുടെ ഗതി ഇതിനേക്കാൾ കഷ്ടമാണ്. ബലത്തിലാണ് നിങ്ങളുടെ സംഘടനകളെല്ലാം. ബലമാണ് ഇവരെയൊക്കെ വഴക്കിലെത്തിച്ചിരിക്കുന്നത്. ബലം വെറുതെ എത്തിക്കുകയല്ല, ബലം എനിക്ക്. സിമൻ്റ് ഇറക്കിക്കോ, ഫലം എനിക്ക്. കാട് വെട്ടിക്കോ, ഫലം എനിക്ക്.